എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മൂന്ന് മുന്നണികളും. എറണാകുളം കണ്ട ഏറ്റവും മികച്ച പ്രചാരണവും മോദിക്കൊരു വോട്ട് എന്ന പ്രചാരണവും വിജയം കാണുമെന്ന് NDA, ഭൂരിപക്ഷമേറുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച UDF. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനവും സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും വിജയം ഉറപ്പാക്കുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ കൊട്ടിക്കലാശത്തോടെ പ്രചാരണത്തിലെ മേൽക്കൈയൂട്ടി ഉറപ്പിക്കാനാണ് ഓരോ മുന്നണിയുടെയും നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഹൈബി ഈഡൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എറണാകുളത്ത് സാഹചര്യം പഴയതുപോലെ അനുകൂലമല്ലെന്ന തോന്നലുണ്ടാക്കാൻ മറ്റു രണ്ടു മുന്നണികളുടെയും പ്രചരണത്തിലൂടെ സാധിച്ചിരുന്നു. മോദി സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനവും വികസന സങ്കല്പങ്ങളും പ്രധാന പ്രചരണായുധമാക്കുന്ന NDA എറണാകുളത്തെ വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി NDAയുടെ പ്രധാന സ്ഥാനാർത്ഥി നരേന്ദ്രമോദിജിയാണ്. മോദിജിയുടെ വികസനം ഈ എറണാകുളത്തും വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് ബഹുഭൂരിപക്ഷം പോലും. മെട്രോ നഗരമാണ്. ഈ മെട്രോ നഗരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ പോരായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനതയാണ് കൊച്ചി മഹാനഗരത്തിലുള്ളത്. കുടിവെള്ള പ്രശ്നമാണെങ്കിലും കൊതുക് നിവാരണമാണെങ്കിലും വെള്ളക്കെട്ടാണെങ്കിലും ഈ നഗരമാലിന്യ പ്രശ്നങ്ങളാണെങ്കിലും ഇതിനെല്ലാം ഒരു പരിഹാരം എപ്പോഴെങ്കിലും കാണണം, ആരെങ്കിലും ഒരു പരിഹാരം കാണും എന്നൊരു പ്രതീക്ഷ ഈ നാട്ടിലെ വോട്ടർമാർക്കുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഒരു വികസന പദ്ധതി പൂർത്തീകരിക്കാൻ പോലും സാധിക്കാത്ത, സ്വന്തം ഫണ്ട്, തനത് ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ പോലുമുള്ള ഒരു എളിയ ശ്രമം പോലും നടത്താത്തൊരു ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് എന്തിനാണ്, ഈ നാട്ടുകാർക്ക് എന്തിനാണ്? എറണാകുളത്തെ വികസന പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിലും വികസന പദ്ധതികൾ നേടിയെടുക്കുന്നതിലും പൂർണ്ണമായി വിജയിച്ച ഹൈബി കഴിഞ്ഞ തവണത്തേതിലും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. തുടക്കം മുതൽ തന്നെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ വളരെ പോസിറ്റീവായ പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഹൈബി ഈഡൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം വളരെ സജീവമായി, അതിപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും ഒക്കെ, അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആക്കിയത് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDFന്റെ പ്രവർത്തകരും ഇവിടെയുള്ളത്. നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം മുന്നണി ഇത്ര കണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും വിജയം സുനിശ്ചിതമെന്നും LDF നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രമാത്രം ഐക്യത്തോടെ പ്രവർത്തിച്ച ഒരു കാലഘട്ടമില്ല. ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് നമ്മുടെ കൃഷിമന്ത്രി അനൗൺസ് ചെയ്യാൻ പോകുന്നു. അത് നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് കാണുക. ഇപ്പോൾ LDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ മണ്ഡലത്തിലും അതിൻ്റേതായ ഒരു മാറ്റം കൈവന്നിട്ടുണ്ട്. എറണാകുളം മണ്ഡലം ഇടതുപക്ഷത്തിന് ഒരു ബാലികാറാമതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ പല ആളുകളെയും നമ്മൾ പരീക്ഷിച്ചെങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഷൈൻ ടീച്ചർക്ക് ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട്. ആ സ്വീകാര്യത എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 5-8 വർഷത്തെ പ്രവർത്തനങ്ങൾ. നിലവിലെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന കൊട്ടിക്കലാശമാണ് ഓരോ മുന്നണിയും ലക്ഷ്യം വെക്കുന്നത്. NDAയുടെ റോഡ് ഷോ പള്ളിമുക്കിൽ നിന്നും MG റോഡിലേക്കും UDFന്റേത് ടൗൺ ഹാളിന് മുന്നിലുമാണ് സംഘടിപ്പിക്കുക. ഇടതുമുന്നണിയും മുന്നണി നേതാക്കളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള കൊട്ടിക്കലാശത്തിനാണ് പദ്ധതിയിടുന്നത്. അതാത് പ്രദേശത്ത് കൊട്ടിക്കലാശം സംഘടിപ്പിക്കണമെന്ന വികാരത്തിലാണ് NDAയുടെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും. ജനം, കൊച്ചി.